ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും. വനിതാ ജഡ്ജി ഉൾപ്പെട്ട ബെഞ്ചാകും കേസുകൾ പരിഗണിക്കുക. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇനി ഹർജികൾ പരിഗണിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രാധാന്യം കൈവരികയല്ലേ? പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ത് എന്നൊക്കെയുള്ളതിൽ വളരെ ഗൗരവതരമായ ചില ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. പൂർണ്ണ റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കാനിരിക്കുന്നു. 10-ാം തീയതി അതിൽ കോടതിയുടെ തീരുമാനം വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഈ കോടതി കുറച്ചുകൂടി ഗൗരവത്തോടെ വിഷയത്തെ കാണുന്നു എന്നതിന്റെ ഉദാഹരണമല്ലേ ഇത്? അതിനെ നമുക്ക് ക്രോഡീകരിച്ച് ഇങ്ങനെ പറയാം അനുജ. അതായത് 4.5 വർഷക്കാലം നിങ്ങൾ പൂഴ്ത്തിവെച്ച, ഇപ്പോഴും അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് എസ് മനുവും പറയാതെ പറയുകയാണ്. അതായത് ഇനി ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത്. ഇനി പോലീസിന് മുന്നിൽ പരാതിയുമായി എത്തിയാൽ മാത്രമേ കേസന്വേഷണം സാധ്യമാകൂ എന്ന് മന്ത്രിയൊക്കെ തന്നെ പറഞ്ഞതാണ്. ഇനി ഒരു പക്ഷേ അതുപോലും വേണ്ടിവരില്ല. ഇതിൽ കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ട്, ഏതെങ്കിലും തരത്തിൽ സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന വിഷയങ്ങളുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പരിശോധിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് നിർദ്ദേശം നൽകാം അതിൽ നടപടി എടുക്കൂ എന്ന്. അതുപോലും ഇടപെടൽ നടത്താൻ തക്ക പാകത്തിലാണ് ഇപ്പോൾ ഈ പുതിയ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. മുൻപ് പല കേസുകളിലും പുതിയ ബെഞ്ചുകൾ രൂപീകരിക്കുമ്പോൾ ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റ് ഹർജികൾ പരിഗണിക്കുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ഹർജികളും ഇനി പരിഗണിക്കാൻ പോകുന്നതും ഈ പുതിയ ബെഞ്ച് തന്നെയായിരിക്കും. അതിൽ ഒരു വനിതാ ജഡ്ജ് അടക്കം ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകരായ A. ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവർ സമർപ്പിച്ചിട്ടുള്ള ഒരു ഹർജിയുണ്ട്. പായിച്ചറ നവാസ് സമർപ്പിച്ചിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയുണ്ട്. അതോടൊപ്പം ക്രൈം എഡിറ്റർ TP നന്ദകുമാർ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഹർജികൾ ഇനി എത്താൻ പോകുന്നത് ഈ പുതിയ ബെഞ്ചിന്റെ മുന്നിലാകും. അതിനു മുൻപ് സർക്കാർ ചെയ്യേണ്ട ഒരു നടപടിക്രമം കൂടിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിപ്പോർട്ട്, പൂർണ്ണ റിപ്പോർട്ട്, വള്ളി പുള്ളി വിസർഗം വിടാതെ ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ ഹാജരാക്കണം, ഈ പുതിയ ബെഞ്ച് മുൻപാകെ എത്തിക്കണം. അതിൽ ഈ തെളിവുകൾ വേണം, മൊഴികൾ വേണം, രേഖകൾ വേണം, പെൻഡ്രൈവുകൾ വേണം. അത്തരം കാര്യങ്ങളെല്ലാം ഇനി ഈ പുതിയ ബെഞ്ച് പരിഗണിക്കും. ശേഷമായിരിക്കും അവർ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സർക്കാർ അത് ചെയ്യാൻ തത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് 10-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ ബെഞ്ച് പരിഗണനാ വിഷയങ്ങളായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ്. ഇതിൽ ശ്രീകാന്ത്, ADGP തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ കേസ് എടുക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട്, അതിൻ്റെ ഉള്ളടക്കമായി ഉണ്ട് എന്നത്. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ആ തരത്തിലേക്ക് കൂടി ഗൗരവത്തിലേക്ക് കോടതി പോകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അക്കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട അനുജ. കാരണം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ അതിന് അടിസ്ഥാനമാണ്. കാരണം കോടതി ചോദിച്ചത് ഇതിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷക സംഘത്തെ നയിക്കുന്ന AG അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് അത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതി ചോദിച്ച ചോദ്യം, എങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ കേസെടുത്തുകൂടെ എന്നാണ്. അപ്പോൾ AG നൽകിയ മറുപടി, പോക്സോ പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ഇടപെടാം, നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ്. അതായത് കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കൃത്യമായ മറുപടി AGക്കും നൽകാൻ സാധിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. എന്തെങ്കിലും തരത്തിൽ കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്തു നിന്നും ഡയറക്ഷൻ ഉണ്ടാകും, പോലീസ് കേസെടുത്തേ മതിയാകൂ. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു. ഇനി വരുന്ന എല്ലാ നടപടിക്രമങ്ങളും പരിഗണിക്കുക ഈ ബെഞ്ചാകും. ഈ ബെഞ്ചിൽ ഒരു വനിതാ ജഡ്ജി കൂടി ഉണ്ടാകും. 10-ാം തീയതി ഈ ബെഞ്ച് കേസ് പരിഗണിക്കും. അതിൽ പൂർണ്ണ റിപ്പോർട്ട് നൽകണം എന്ന് സർക്കാരിനോട് നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് നൽകിയതിനു ശേഷമുള്ള തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിലൊക്കെ കോടതിയുടെ നിലപാട് നിർണായകമാകാൻ പോകുന്നു.